ഹായ് ഹലോ ഫ്രണ്ട്സ്, പൂമറ്റൻ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിട്ടുണ്ട്. ഇന്ന് ഇലകൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ, കലാത്തിയ ചെടികളാണ്. അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് പറയുന്നത്. അതിന് നിറയെ ഇലകൾ വരാനും ഷൂട്ട്സ് നിറഞ്ഞു വരാനും എന്താ ചെയ്യാൻ പറ്റുക എന്ന് ഒരുപാട് പേര് ചോദിക്കണ്ടേ. എല്ലാവർക്കും ബുഷി പോട്ടാണ് വേണ്ടത്. പക്ഷെ ബുഷി പോട്ട് ആവണമെങ്കിൽ നമുക്കതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ എല്ലാവർക്കും നിറയെ ഇലകളും നല്ല പച്ച കളറിലുള്ള ഇലകളും ബുഷി പോട്ടും കിട്ടും. അപ്പോൾ അതിനുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഇന്നത്തെ വീഡിയോ. ആദ്യമായിട്ട് കാണുന്ന ആളാണോ? അങ്ങനെയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. നമ്മൾ ചെറിയൊരു ചാനലാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ചെടികളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ എവിടെ നിന്ന് വേണമെങ്കിലും ഇൻഫർമേഷൻ എടുക്കും. അപ്പോൾ ആ ഒരു നഴ്സറിയിൽ നിന്നൊക്കെ കിട്ടുന്ന ഇൻഫർമേഷനാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ വളരെ നല്ലതാണെന്ന് തോന്നിയിട്ടായിരിക്കും കഴിഞ്ഞ ഒരു മാസമായിട്ട് എൻ്റെ ഫോണിലേക്ക് നിറയെ ആൾക്കാർ മെസ്സേജ് ചെയ്യുന്നുണ്ട്. ആഗ്ലോനിമ, നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശരിയാണ്, ഞങ്ങൾക്ക് ഈ മിസ്റ്റേക്ക് ഒക്കെ പറ്റി, അതുകൊണ്ട് ഞങ്ങൾ പുതിയതായിട്ട് വീണ്ടും അഗ്ലോനിമ ചെയ്യാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് നിറയെ മെസ്സേജ് വന്നു കേട്ടോ. അതെനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം നിങ്ങൾക്ക് ഇതിൻ്റെ പാളിച്ച മനസ്സിലാക്കാൻ എൻ്റെ വീഡിയോ സഹായിക്കുന്നുണ്ടെന്ന് അറിയുമ്പം കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടാവില്ലേ. ഞാൻ കൃത്യമായി നഴ്സറികളിൽ നിന്ന് ഇൻഫർമേഷൻ എടുക്കുന്നുണ്ട്. ആ ഒരു ഇൻഫർമേഷനാണ് നിങ്ങളിലേക്ക് പാസ് ചെയ്യുന്നത്. കാരണം നമ്മൾ സാധാരണക്കാരാണ്, അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഈ നഴ്സറിക്കാർ ഇതിൽ എക്സ്പേർട്ട്, അപ്പോൾ അവരുടെ ഇൻഫർമേഷനാണ് ടോപ്പ് മെയിനായിട്ട് ഞാൻ നിങ്ങളിലേക്ക് പാസ് ചെയ്യുന്നത്. അപ്പോൾ വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. നല്ല ഭംഗിയുള്ള ഇലകൾ കൊണ്ട് വൈവിധ്യം നിറഞ്ഞ് നിൽക്കുന്ന ഒരു ചെടിയാണ് കലാത്തിയ. വളർത്തിയെടുക്കാൻ വളരെ സിമ്പിളാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഒരു ഷൂട്ട് മാത്രമുള്ള ഒരു ചെടിയാണ് വന്നതെങ്കിൽ നമ്മൾ വിചാരിക്കും ഇത് എന്താ ഇത് വരാത്തത്, എന്താ ഇതിന് പുതിയ ഇല എന്താ വരാത്തത് അങ്ങനെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല. ഇതിൻ്റെ അടിയിൽ നിന്ന് പുതിയ തളിർപ്പാ വരിക. നമ്മളൊരു നട്ട് കഴിഞ്ഞാൽ സാധാരണ എല്ലാ ചെടികളും കുറച്ച് കാലം കഴിഞ്ഞാൽ പുതിയ ഇലകൾ വേഗം മുകളിൽ നിന്നല്ലേ വരിക. കലാത്തിയുടെ കാര്യത്തിലൊരു വ്യത്യാസമുണ്ട്. കലാത്തിയ കൂടുതലും അടിയിൽ നിന്ന് പുതിയ ഒരു ഷൂട്ടായിട്ട് തന്നെയാണ് വരിക. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. പിന്നെ കലാത്തിയ ഒരുപാട് വെയിൽ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയല്ല. ഡയറക്റ്റ് വെയിലാണ് കൊടുക്കുന്നതെങ്കിൽ അതിൽ നിന്ന് ഷൂട്ട്സ് വരുന്നത് കമ്മിയായിരിക്കും. അതേപോലെ തന്നെ ഇലകളുടെ വളർച്ച കുറയുകയും ഇലകൾ ബേൺ ആവുകയും ഇലകളുടെ കളർ മങ്ങുകയും ചെയ്യും. അപ്പോൾ ഒരു ഇൻഡയറക്റ്റ് ലൈറ്റ് മതി. അത് വിചാരിച്ച് എല്ലാം ഷെയ്ഡിൽ എടുത്ത് വെക്കേണ്ട. ഒരു വെയിൽ കുറവ് കിട്ടേണ്ട, നിങ്ങളുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ വെയിൽ കുറവ് കിട്ടുന്ന ഒരു ഏരിയയിലൊക്കെ വെച്ചാൽ മതി ഈ കലാത്തിയ. മെയിനായിട്ട് വെയിൽ കിട്ടുന്ന സ്ഥലത്ത് നമുക്ക് റോസ്, അഡീനിയം, ബോഗൺവില്ല എല്ലാ ചെടികളും നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. അങ്ങനെയുള്ള ചെടികൾ കൊണ്ടുവച്ചിട്ട് വെയിൽ കുറച്ച് കുറവുള്ള ഏരിയയിൽ കൊണ്ട് ഈ കലാത്തിയെ വെക്കുക. അപ്പം തന്നെ നല്ല രീതിയിലുള്ള ഒരു മാറ്റം കാണും. പിന്നെ ഈ ഇടയായിട്ട് എന്നോട് ഒരുപാട് പേര് ചോദിക്കേണ്ടത്, നിങ്ങൾ ഈ കാണുന്ന ചെടികൾ മുഴുവൻ ഷെയ്ഡിൽ എടുത്തു വെച്ചാൽ എങ്ങനെയാണ്, ഞങ്ങൾക്ക് ഇത്ര മാത്രം ഷെയ്ഡില്ല എന്ന്. സത്യസന്ധമായി പറയുകയാണെങ്കിൽ എനിക്ക് ഒട്ടും ഷെയ്ഡില്ല. കാരണം ഞാൻ അഡീനിയോ, എനിക്കൊരു 500 അഡീനിയോ ഒക്കെ ഉണ്ട്. ഈ അഡീനിയോ 500 അഡീനിയോ എന്തായാലും ഷെയ്ഡ് കയറ്റി വെച്ചേ പറ്റൂ. കാരണം നിങ്ങൾക്ക് അറിയാലോ, മഴ പെയ്ത് കഴിഞ്ഞാൽ അഡീനിയത്തിൻ്റെ ഒരു അവസ്ഥ. പിന്നെ നമ്മളൊരു സെയിലിംഗ് ചാനലും കൂടി ആയതുകൊണ്ട് അഡീനിയം എന്തായാലും പുറത്ത് വെച്ച് നശിച്ചു പോയാൽ നമുക്കത് നഷ്ടമാണ്. അപ്പോൾ എനിക്ക് ഈ കണ്ട അഗ്ലോനിമയും കലാത്തിയും ഒന്നും ഷെയ്ഡിലൊന്നും എടുത്ത് വെക്കാനുള്ള ഏരിയ ഇല്ല. കാരണം 500 അഡീനിയം എടുത്ത് വെക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ 500 അഡീനിയം വെക്കാൻ എന്തോരം സ്ഥലം വേണമെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ കലാത്തിയും അഗ്ലോനിമയും ഒക്കെ മഴയത്താണ്, നല്ല മഴ കൊള്ളുന്ന സ്ഥലത്ത് തന്നെയാണ് എൻ്റെ ചെടികൾ ഇരിക്കുന്നത്. ഇന്ന് വരെ എൻ്റെ ചെടിക്ക് റൂട്ട് റോട്ട് വന്നിട്ടില്ല. അപ്പോൾ ഒരുപാട് വെള്ളമായി പോയി എന്ന് വെച്ചിട്ട് നിങ്ങളുടെ ചെടിയിൽ റൂട്ട് റോട്ടൊന്നും വരത്തില്ല കേട്ടോ. അതിന് നിങ്ങളുടെ പോട്ട് മിക്സിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. വെള്ളം വരുന്ന പോലെ ഇറങ്ങിപ്പോകുന്ന ഒരു പോട്ട് മിക്സ് ആണ് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ, അത് ഏത് ചെടിക്കാണെങ്കിലും അഗ്ലോണിമ ആണെങ്കിലും കലാത്തിയ ആണെങ്കിലും വെള്ളം വരുന്ന പോലെ ഇറങ്ങിപ്പോകുന്ന ഒരു പോട്ട് മിക്സ് തന്നെയാണ് ആ ഒരു ചെടിയുടെ പ്രൊട്ടക്ഷനും റൂട്ട് വരാനുള്ളതും എല്ലാം. ഒരു ചെടിയുടെ ബേസ് എന്ന് പറയുന്നത് പോട്ട് മിക്സാണ്. അപ്പോൾ ഞാൻ സ്പീഡിൽ എൻ്റെ ഒരു പോട്ട് മിക്സ് പറയാം. ഇത് നഴ്സറിക്കാർ സജസ്റ്റ് ചെയ്ത പോട്ട് മിക്സാണ്, ഞാൻ കണ്ടുപിടിച്ചൊന്നല്ല കേട്ടോ. അവർ മണൽ പറയുന്നുണ്ട് കേട്ടോ, മണ്ണിൻ്റെ കൂടെ മണൽ. പക്ഷെ മണലില്ലെങ്കിൽ ചാരൽ എടുത്തോളാൻ പറഞ്ഞു. ഞാൻ അതാണ് എടുക്കുന്നത്. ചാരൽ കുറച്ച് മിക്സ് ആയിട്ടുള്ള മണ്ണ് എടുക്കും. നമ്മുടെ മുറ്റത്തുള്ള അതേ മണ്ണ്. ഞാൻ മണ്ണൊന്നും വാങ്ങിക്കാറില്ല. പിന്നെ അതിലേക്ക് ഉമി, അതവർ സ്കിപ്പ് ചെയ്യരുത് പറഞ്ഞൊരു കാര്യമാണ്. ഉമി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വേരോട്ടം കിട്ടും, ചെടികൾക്ക് നല്ല വേരോട്ടം കിട്ടും. മാത്രമല്ല ചെടികൾ നല്ല വ്യാപിച്ച് വളരും അതുകൊണ്ട്. അപ്പോൾ പെട്ടെന്ന് ഷൂട്ട്സ് വരും. അപ്പോൾ 1-2 പിടി ഉമി, അത് വിചാരിച്ച് ഉമി ഇടാന്ന് കേട്ടിട്ട് ഒരു ചാക്കിലുള്ള ഉമി മുഴുവൻ എടുത്തിടരുത്. 1-2 പിടി ഉമി. മണ്ണാണ് മെയിൻ. മണ്ണിൻ്റെ കൂടെ മണ്ണൊന്ന് തെറിച്ച് നിൽക്കാനുള്ള ഉമി, അത്രയും ഉമി ഇടാൻ പാടുള്ളൂ. പിന്നെ ഒരു പിടി ചകിരിച്ചോറും ഒരു പിടി ഇടാൻ പാടുള്ളൂ.
ഒന്നോ രണ്ടോ മൂന്നോ പിടിയൊന്നും ആവശ്യമില്ല. കാരണം വെള്ളം ഒന്ന് ജസ്റ്റ് പിടിച്ചു വെക്കാൻ ഒരു പിടി ധാരാളമാണ്. കൂടുതലായി കഴിഞ്ഞാൽ ചീഞ്ഞു പോകും ചെടി. പിന്നെ എന്തെങ്കിലും ഒരു ഓർഗാനിക് വളം, എല്ലുപൊടി ഇടാവുന്നതാണ്. പിന്നെ കുറച്ച് നമ്മൾ ആദ്യമായിട്ട് ഒരു ചെടി നടില്ല, അപ്പോൾ ആ മണ്ണിൽ എന്തെങ്കിലും കീടങ്ങളോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ മണ്ണൊന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ കുറച്ച് വേപ്പിൻ പിണ്ണാക്ക്. ഇതാണ് നമ്മുടെ ഒരു പോട്ടി മിക്സ്. ഈ പോട്ടി മിക്സ് പെർഫെക്റ്റ് പോട്ടി മിക്സ് ആണ്, ഒന്നും പറയാനില്ല. എൻ്റെ ചെടികളെല്ലാം ഇലച്ചെടികൾ മൊത്തം ഇരിക്കുന്നത് വെയിൽ എന്ന് വെച്ചാൽ ഒരു ഷെയ്ഡ് വെയിലാണ്, എന്നാൽ പോലും പക്കാ ഷെയ്ഡിലല്ല, ഡയറക്റ്റ് ലൈറ്റ് കിട്ടാതെ. എന്നാൽ എൻ്റെ വീട്ടിൽ വെയിൽ കുറച്ച് കുറവുള്ളൊരു സ്ഥലം ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരു സ്ഥലത്താണ് എനിക്ക് എല്ലാ ചെടികളും ഷെയ്ഡിലേക്ക് എടുത്തേക്കാനുള്ള ഏരിയ എനിക്കില്ല, കാരണം അത്രയും അടീനിയം നമുക്കുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പോട്ടി മിക്സ് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ചെടി എത്ര മഴ കൊണ്ടാലും ഒരു കുഴപ്പമില്ല. അത് ഞാൻ ഉറപ്പിച്ച് പറയുന്നു കേട്ടോ. എൻ്റെ ചെടികളെല്ലാം മഴയെത്താം. ഈ കണ്ട മഴ മുഴുവൻ നമ്മുടെ ചെടികൾ കൊള്ളുന്നുമുണ്ട്. പിന്നെ മെയിനായിട്ടും ഇലകളും ഷൂട്ട്സും വരാൻ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വളങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. വളങ്ങൾ മീൻസ് ഒരുപാട് പൈസ കൊടുത്ത് കെമിക്കൽ വളങ്ങളൊന്നും ആവശ്യമില്ല കേട്ടോ. സാധാരണ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചാണകപ്പൊടിയോ വേർമി കമ്പോസ്റ്റോ, ഇനി നിങ്ങൾ വീട്ടിൽ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന ഒരാളാണെങ്കിൽ അത് മാത്രം മതി നമ്മുടെ ചെടിക്ക്. അല്ലാണ്ട് ഒരുപാട് പൈസ കൊടുത്ത് നമ്മൾ ഒരു സാധനം വാങ്ങി ഇടേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ കുറച്ച് എപ്സം സോൾട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ പോട്ടി മിക്സിലേക്കുള്ള ഉമ്മി, എപ്സം സോൾട്ട്, ഇനി ബ്ലൂമിങ് സ്പ്രേകൾ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ, സാഫ് പോലുള്ള കാര്യങ്ങളോ പെസ്റ്റ് കൺട്രോളോ വേണമെങ്കിൽ ഞാനായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മുടെ ചാനലിലൂടെ എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ കുറച്ച് ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ എന്തെങ്കിലും മാത്രമാണ് ഇലച്ചെടികൾക്ക് ആവശ്യം. കാരണം നൈട്രജൻ കണ്ടന്റാണ് ഇലച്ചെടികൾക്ക് ലീഫിൻ്റെ ഒരു വളർച്ചയ്ക്കൊക്കെ വേണ്ടത്. അപ്പോൾ നമുക്ക് ഓർഗാനിക് വളം തന്നെ ധാരാളമാണ്. പിന്നെ വേരുകളൊന്ന് സ്ട്രോങ് ആവാനും കുറച്ചും കൂടി ഹെൽത്തി ആവാനും വേണ്ടി കുറച്ച് എല്ലുപൊടി ഇട്ട് കൊടുക്കാം. അല്ലാതെ കെമിക്കൽ വളങ്ങളുടെ ഒന്നും തന്നെ ആവശ്യം നമ്മുടെ ഒരു ചെടികൾക്ക് മീൻസ് ഇലച്ചെടികൾക്ക് ആവശ്യമില്ല. ആ സ്ഥലത്ത് അഡീനിയോ റോസ് പോലെയുള്ള ചെടികൾക്ക് ഒന്നോ രണ്ടോ പൂവിൽ നിൽക്കും കെമിക്കൽ വളങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ. അതിൽ കൃത്യമായ ബ്ലൂമിങ് സ്പ്രേകളും ബ്ലൂമിങ് ലിക്വിഡുകളും മണ്ണിലേക്ക് NPKയും റോസിന് റോസ് മിക്സും എല്ലാം അപ്ലൈ ചെയ്യണം. എന്നാൽ മാത്രമേ ഉള്ളൂ നഴ്സറിയിലെ പോലെ പൂവുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള പ്രോഡക്ട്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും പ്രോഡക്റ്റ് വേണമെങ്കിലും ഞാനായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ ഇലകൾക്ക് വരുന്ന കുറച്ച് പ്രശ്നങ്ങളും കലാത്തിയുടെ പറഞ്ഞ് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാമല്ലേ. ഇല മഞ്ഞയായി പോകുന്നൊരു പ്രശ്നമുണ്ട്. അപ്പം നിങ്ങൾക്കത് കൃത്യമായി സാഫും മാജിക്കൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ പെസ്റ്റ് കൺട്രോൾ സ്ഥിരമായിട്ട് അടിച്ചു കൊടുക്കണം. ഒരു 10 ദിവസം കൂടുമ്പോൾ 15 ദിവസം കൂടുമ്പോൾ ആഫിഡ്സ്, മീലി ബഗ്സ് അങ്ങനെയുള്ള കാര്യങ്ങളും സ്പൈഡർ പോലുള്ള കാര്യങ്ങൾ എപ്പോഴും ചെടിയുടെ ചുറ്റും ഉണ്ടാവും. അപ്പോൾ അവയെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ നീം ഓയിലോ അല്ലെങ്കിൽ ബിഗ് ബോസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായ മാസത്തിൽ ഒരു വട്ടെങ്കിലും സ്പ്രേ ചെയ്ത് കൊടുത്ത് ചെടിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ സാധാരണഗതിയിലും നമ്മൾ ഒരു ഒന്നരാടം വെള്ളം കൊടുത്താലും മതി ചെടികൾക്ക് എന്നാണ് കലാത്തിയുടെ കാര്യത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇനിയിപ്പോൾ മഴയൊക്കെ കൊള്ളുന്ന ഒരു സമയമാണെങ്കിലും നല്ലൊരു പോട്ടി മിക്സ് ആണെങ്കിലും ചെടി നശിച്ചു പോകത്തൊന്നുമില്ല. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എൻ്റെ ഈ കണ്ട ചെടികൾ മുഴുവൻ ഇൻഡോറായിട്ട് കുറച്ച് അകത്തൊക്കെ സൈഡിലൊക്കെ വെച്ച് കുറച്ച് ചെടികളല്ലാതെ ബാക്കി എല്ലാ ചെടികളും പുറത്താണ് ഇരിക്കുന്നത്. പുറത്ത് വെച്ചൊന്ന് ചെടിക്കൊന്നും സംഭവിക്കില്ല. പോട്ടി മിക്സ് ആണ് ബേസ്. പോട്ടി മിക്സ് പെർഫെക്റ്റ്. നമ്മുടെ കയ്യിൽ പോട്ടി മിക്സും ഉമ്മി അവൈലബിൾ ആണ് കേട്ടോ. ആർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്ത് വളം ഡിപ്പോയോ നഴ്സറിയോ ഒന്നും ഇല്ലാത്തവർ മാത്രം ഞാനായിട്ട് കോൺടാക്ട് ചെയ്യുക കേട്ടോ. തൊട്ടടുത്ത് വാങ്ങിക്കുകയാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് സൗകര്യം. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ചെടികൾക്കൊരു വലിയ വെയിലില്ലാതെ വെക്കുക കലാത്തിയ. പിന്നെ ആവശ്യത്തിന് വെള്ളം കൊടുക്കുക. അങ്ങനെ മണ്ണൊക്കെ ഉണങ്ങിയിട്ട് വെള്ളം കൊടുത്താലും മതി. ഇനിയിപ്പോൾ മഴക്കാലമൊക്കെ ആണെങ്കിൽ മൊത്തം നനയുന്ന ഒരു സ്ഥലത്താണെങ്കിലും കലാത്തിക്ക് ഒന്നും സംഭവിക്കത്തില്ല. പിന്നെ വളങ്ങൾ പ്രധാനമാണ്. ഇലകളും ഷൂട്ട് വളർച്ചയ്ക്കും വളങ്ങളില്ലെങ്കിൽ ചെടി നന്നായി വരത്തില്ല. ഓർഗാനിക് ആയിട്ടുള്ള എന്തെങ്കിലും കൊടുത്താൽ അത് എല്ലുപൊടിയോ ചാണകപ്പൊടിയോ പോലുള്ള കാര്യങ്ങൾ കൊടുക്കുക. നല്ലൊരു പെസ്റ്റ് കൺട്രോൾ കൃത്യമായി മാസത്തിൽ 1-2 വട്ടം അടിക്കുക. ചെടി ഓവറോൾ പ്രൊട്ടക്ഷന് സാഫ് അല്ലെങ്കിൽ കോണ്ടഫ് പോലുള്ള കാര്യങ്ങളൊന്നും അടിച്ചിടുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഉഷാറായിട്ട് ചൂട്ടുകൾ നിറഞ്ഞ ഇലകൾ പച്ച കളറായിട്ട് തന്നെ നിങ്ങളെ കലാത്തിയെ കിട്ടും. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ചെടികൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. പിന്നെ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഉമ്മിയോ പോട്ടി മിക്സോ പെസ്റ്റ് കൺട്രോളോ ഫംഗിസൈഡോ എന്തെങ്കിലും ബ്ലൂമിങ് സ്പ്രേകളോ NPKയോ അങ്ങനെയുള്ള എന്ത് കാര്യങ്ങൾക്ക് വേണമെങ്കിലും ഞാനായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്നുകൂടി പറയുന്നു, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ബൈ ബൈ.